തമിഴ്നാട്ടിൽ 717 മദ്യശാലകൾ പൂട്ടുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് 500 മീറ്ററുകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന TASMAC മദ്യശാലകളാണ് പൂട്ടുന്നത്. മുഖ്യമന്ത്രി വിജയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. 2 ആഴ്ചയ്ക്കുള്ളിൽ പൂട്ടണമെന്നാണ് ഉത്തരവ്. VR കാർത്തിക് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കാർത്തിക്, TVKയുടെ വിജയുടെ ഒരു പ്രധാന അജണ്ടയായിരുന്നു ഈ ലഹരിക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത്, ലഹരിക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളത്. അതിന്റെ ആദ്യ പടിയായാണ് ഈ മദ്യശാലകൾ പൂട്ടുന്നതിലേക്കുള്ള തീരുമാനം എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അനുശ്രീ, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത ശേഷം വിജയ് പല ജനപ്രിയ തീരുമാനങ്ങളിലും ഒപ്പിട്ടിരുന്നു. അതിലേറ്റവും ശ്രദ്ധേയം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട സിംഗപ്പെണ്ണ് എന്ന പ്രത്യേക സ്ക്വാഡാണ്. അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ നീക്കങ്ങൾ തടയാൻ, അതായത് ലഹരി മരുന്നുകൾ തടയാനായി എല്ലാ ജില്ലകളിലും ആന്റി നർക്കോട്ടിക് ടീം അത്തരത്തിലും നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഓഫീസിലെത്തി ഒന്നാം ദിനം വിജയുടെ മാസ് ഉത്തരവ് എന്ന് തന്നെ പറയണം. തമിഴകത്ത് 717 മദ്യശാലകൾ പൂട്ടും. ടാസ്മാക്കിന്റെ മദ്യശാലകളാണ് പൂട്ടുന്നത്. സംസ്ഥാനത്താകെ ടാസ്മാക്കിന് 4765 മദ്യശാലകളാണ് ഉള്ളത്. പൊതുജന താൽപര്യാർത്ഥവും അതോടൊപ്പം തന്നെ സുരക്ഷയും യുവജന ക്ഷേമവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലേക്ക് നൽകിയിരുന്നു. അതനുസരിച്ച് ആണ് ഈ നടപടി. സംസ്ഥാനത്താകെ 4705 മദ്യശാലകളാണ് ടാസ്മാക്കിന് ഉള്ളത്. ഇതിൽ 717 എണ്ണമാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ പൂട്ടണം എന്ന് മുഖ്യമന്ത്രി വിജയ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശം നൽകിയിരിക്കുന്ന മദ്യശാലകൾ 500 മീറ്റർ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്നവയാണ്. അതായത് സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, പള്ളികൾ, അതോടൊപ്പം തന്നെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതു ബസ് സ്റ്റാൻഡ്, ബസ് ടെർമിനൽ, ഇവിടങ്ങളിലൊക്കെ ഈ പ്രദേശത്തിൻ്റെ 500 മീറ്റർ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന മദ്യശാലകളാണ് ഇപ്പോൾ പൂട്ടാനായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തിനും അതോടൊപ്പം തന്നെ ടാസ്മാക്കിൻ്റെ ഉദ്യോഗസ്ഥരോടും ഇത് സംബന്ധിച്ച സർവേ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ച് അവർ സർവേ നടത്തി. ആ സർവേയിലാണ് 186 മദ്യശാലകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 500 മീറ്റർ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്നും അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡുകളുടെ 500 മീറ്റർ പരിധിക്കുള്ളിൽ 255 മദ്യശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ട് നൽകിയത്. ഇങ്ങനെ ഇത്തരത്തിൽ 276 മദ്യശാലകൾ ആരാധനാലയങ്ങൾക്ക് സമീപവും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആകെ 717 മദ്യശാലകളാണ് പൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ നടപടി പൂർത്തിയാക്കണം എന്നാണ് മുഖ്യമന്ത്രി വിജയുടെ കർശന നിർദ്ദേശം. ഇത് പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ട് നൽകണം എന്നുകൂടി ഈ ഉത്തരവിൽ ഉണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ 717 മദ്യശാലകൾ ഒറ്റയടിക്ക് അടച്ചുപൂട്ടുമ്പോൾ സമീപത്തെ ഔട്ട്ലെറ്റുകളിൽ തിരക്ക് നിയന്ത്രണാതീതമാകും എന്ന ആശങ്കയുണ്ട്. ആ ആശങ്ക കൂടി കണക്കിലെടുത്ത് അവിടെ കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം നടപ്പാക്കണം എന്ന നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി വിജയ് നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും പൊതുജന താൽപര്യാർത്ഥമാണ് ഈ ഉത്തരവ് എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പൂട്ടി നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് നൽകിയ ശേഷമാകും ഇക്കാര്യത്തിൽ ഈ പൂട്ടിയ ഔട്ട്ലെറ്റുകൾ പൂട്ടിയ പശ്ചാത്തലത്തിൽ സമീപത്തെ ഔട്ട്ലെറ്റുകളിൽ തിരക്ക് കൂടിയാൽ അതിന് എന്ത് നടപടി സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. എന്തായാലും ജനപ്രിയ തീരുമാനങ്ങളുമായി വിജയ് ആദ്യ ദിവസം തന്നെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ് ഓഫീസിലെത്തി ആദ്യ ദിവസം തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് പിന്നാലെ സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സ്ക്വാഡ്, 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി, അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും ലഹരി വിരുദ്ധ സംഘം. അതിന് പിന്നാലെയാണ് സുപ്രധാനമായി മദ്യനയത്തിൽ നിർണായകമായ TVK സർക്കാരിൻ്റെ ഈ ഉത്തരവ് കൂടി വന്നിരിക്കുന്നത്. തമിഴകത്ത് 717 മദ്യശാലകൾ 2 ആഴ്ചയ്ക്കുള്ളിൽ പൂട്ടും. അനുശ്രീ. കാർത്തിക്, അതുപോലെ തന്നെ കാർത്തിക് നേരത്തെ പറഞ്ഞു, ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ചില തീരുമാനങ്ങൾ TVKയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നൊക്കെ. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു തുടക്കം എന്നോണം വേണോ നമ്മളിതിനെ കാണാൻ? പലതരം മാറ്റങ്ങൾ TVKയുടെ പ്രചരണ ഘട്ടങ്ങളിൽ തന്നെ അവർ മുന്നോട്ട് വെച്ചതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യവും അതോടൊപ്പം തന്നെ ലഹരിയിൽ നിന്ന് യുവാക്കളെ മുക്തമാക്കുന്നത് അടക്കമുള്ള നടപടികളിൽ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നതും. പക്ഷേ സുപ്രധാനമായ ഉത്തരവ് ആദ്യ ദിവസം തന്നെ ഉണ്ടാകും എന്ന എതിർചേരിയിലുള്ളവർ, പ്രതിപക്ഷം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് റെക്കോർഡ് വേഗത്തിലാണ് ഈ സർവേ നടപടികൾ പൂർത്തിയാക്കിയത്. നമ്മൾ നേരത്തെ കണക്ക് പറഞ്ഞതുപോലെ 4765 ടാസ്മാക് മദ്യശാല ഔട്ട്ലെറ്റുകളാണ് തമിഴ്നാട്ടിൽ ഉടനീളം ഉള്ളത്. ഇതിൽ ഏതൊക്കെയാണ് 500 മീറ്റർ പരിധിക്കുള്ളിൽ സ്കൂളുകളുടെ, ആരാധനാലയങ്ങളുടെ, പള്ളികളുടെ,
ബസ് സ്റ്റാൻഡിൻ്റെ ബസ് ടെർമിനലുകളുടെ ഈ പ്രദേശങ്ങളുടെ, അതായത് പൊതുസമൂഹം ഏറെ ആശ്രയിക്കുന്ന, ദൈനംദിന ജീവിതത്തിൽ അവരുടെ ഭാഗമാകുന്ന, നിരവധി പേർ ഒത്തുകൂടുന്ന ഇത്തരം പ്രദേശങ്ങളുടെ 500 മീറ്റർ പരിധിക്കുള്ളിൽ പല സംസ്ഥാന സർക്കാരുകളുടെ മദ്യനയം അനുസരിച്ച് മദ്യശാലകൾ പ്രവർത്തിക്കാൻ പാടില്ല. പക്ഷേ അപ്പോഴും 717 മദ്യശാലകൾ അവിടെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് വരുന്നു. അങ്ങനെ അതിൻ്റെ വിശദമായ സ്പ്ലിറ്റപ്പ് അടക്കമുള്ള കണക്കുകളാണ് ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. അതിൽ ആരാധനാലയങ്ങൾക്ക് 500 മീറ്റർ പരിധിക്കുള്ളിൽ 276 മദ്യശാലകൾ, 180 എണ്ണം സ്കൂളുകളുടെയും കോളേജുകളുടെയും ട്യൂട്ടോറിയലുകളുടെയും മറ്റ് തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും 255 ഇടത്ത് ഈ ബസ് സ്റ്റാൻഡുകളുടെ 500 മീറ്റർ പരിധിക്കുള്ളിൽ മദ്യശാലകൾ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദ്രുതഗതിയിലുള്ള ഉത്തരവ്. ഏതായാലും സുപ്രധാനമായ ഈ ഉത്തരവ് 2 ആഴ്ചയ്ക്കുള്ളിൽ നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം. ആ നിർദ്ദേശം നടപ്പാക്കുകയും ചെയ്യും. ഇത് എന്ത് തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കും എന്നത് വരും മണിക്കൂറുകളിൽ അറിയണം. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളിൽ ഇത് എന്ത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാക്കുക. സ്വാഭാവികമായും സ്ത്രീകളടക്കമുള്ളവർ ഈ ഉത്തരവിനെ സ്വാഗതം ചെയ്യും. എന്നാൽ ഇതിലൂടെ ഉണ്ടാകുന്ന വരുമാന നഷ്ടം, ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതികരണം വരണം. പക്ഷേ അപ്പോഴും അധികാരത്തിൽ എത്തിയത് മാറ്റത്തിന് വേണ്ടിയാണ് എന്ന് വിജയ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ മാറ്റം പല സുപ്രധാനമായ ജനപ്രിയ തീരുമാനങ്ങളിലൂടെയും ഉത്തരവുകളിലൂടെയും അതിന് തുടക്കമിട്ടിരിക്കുകയാണ് വിജയ് തമിഴ്നാട്ടിൽ. കാർത്തിക്, അതുപോലെയുള്ള ഈ എടുത്തു ചാടിയുള്ള ചില തീരുമാനങ്ങൾ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യമില്ല. കാരണം കാർത്തിക് നേരത്തെ പറഞ്ഞു, ഈ മദ്യശാലകൾ പൂട്ടിയതിനു ശേഷം, റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇനി മറ്റ് മദ്യശാലകളിൽ തിരക്ക് കൂടുന്നതിൽ എന്തെങ്കിലും പരിഹാര മാർഗങ്ങളൊക്കെ കാണൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യമില്ലേ? പ്രതികൂല ഘടകങ്ങൾ പലതുമുണ്ടെങ്കിലും മദ്യപാനം പ്രോത്സാഹിപ്പിക്കുക എന്നത് ഒരു സർക്കാരിൻ്റെയും നയമായി വരില്ല. പ്രത്യേകിച്ച് മദ്യപാനം ഘട്ടം ഘട്ടമായി മദ്യ ഉപയോഗം ഘട്ടം ഘട്ടമായി പ്രോത്സാഹിപ്പിക്കുന്നതിനായും സ്വാഭാവികമായും സർക്കാർ നടപടികൾ സ്വീകരിക്കുക. അത് നേരത്തെ തന്നെ TVK വ്യക്തമാക്കിയിരുന്നതുമാണ്. അതനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് കൈക്കൊള്ളുന്നതും. പക്ഷേ 2 ആഴ്ചയ്ക്കുള്ളിൽ 717 മദ്യശാലകൾ പൂട്ടുമ്പോൾ ചില പ്രതിസന്ധികൾ ഉണ്ട് എന്നത് വസ്തുതയാണ്. അത് ഒന്ന് വരുമാനത്തിൽ, മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒറ്റയടിക്ക് 717 മദ്യശാലകൾ പൂട്ടുമ്പോൾ സമീപത്തെ ഔട്ട്ലെറ്റുകളിൽ ഉണ്ടാകുന്ന തിരക്ക്, ഇതെല്ലാം മുൻകൂട്ടി കണ്ട് നടപടികൾ സ്വീകരിക്കാതെ ദ്രുതഗതിയിൽ ഈ ഉത്തരവ് സ്വീകരിച്ചതിൽ ഒരുപക്ഷെ വിമർശനങ്ങൾ ഉണ്ടാകാം. എന്തായാലും വലിയ തരത്തിൽ ഉള്ള ഒരു സ്വീകാര്യത തന്നെയാണ് വിജയുടെ ഈ ഉത്തരവിന് ഇതിനോടകം ലഭിക്കുന്നത്. ഒരു മാസ് ഉത്തരവായി തന്നെ ഇതിനെ സോഷ്യൽ മീഡിയയും ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയം. ശരി, തമിഴ്നാട്ടിൽ വിജയ് അധികാരമേറ്റതിന് പിന്നാലെ തന്നെ 717 മദ്യശാലകൾ പൂട്ടുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും ഒക്കെ സമീപം 500 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മദ്യശാലകൾ പൂട്ടുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. VR കാർത്തികാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അതിനിടെ സംസ്ഥാനത്ത് മദ്യ ബ്രാൻഡുകളുടെ വില കുറച്ചിരിക്കുകയാണ്. ഓൾഡ് മങ്ക്, ഓഫീസേഴ്സ് ചോയ്സ്, ലേ മൗണ്ട് റം അടക്കം ബ്രാൻഡുകൾക്കാണ് വില കുറഞ്ഞത്. 1/2 ലിറ്ററിന് 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വില കുറച്ചത്. ചില ബ്രാൻഡുകൾക്ക് മാത്രമാണ് വില കുറഞ്ഞത്. മദ്യം വിതരണം ചെയ്യുന്ന കമ്പനികൾ വില കുറയ്ക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. കൂടുതൽ വിറ്റുവരവുള്ള ബ്രാൻഡുകൾക്കും ആനുപാതികമായി വില കുറഞ്ഞിട്ടുണ്ട്. 50-ലധികം ബ്രാൻഡുകൾക്ക് വിലക്കുറവ് ബാധകമാകും. പുതുക്കിയ വില ഇന്ന് പ്രാബല്യത്തിൽ വന്നു.